ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ജെസ്ലി ചേച്ചിയാണ്. സോ ചേച്ചിനെ നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. നമ്മുടെ ചേച്ചി ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ ചേച്ചിനെ പോലെ തന്നെ ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ റിലേറ്റീവ്സും നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്നൊരു ദിവസമാണ്. സോ ഇന്നത്തെ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടാകണം. സോ ചേച്ചിയുടെ പാരൻസ് ജെയിൻ ചാച്ചനെയും സോഫി ആൻറ്റീനെയും അതുപോലെ തന്നെ ചേച്ചിയുടെ സിസ്റ്റർ ജിസ്ന ചേച്ചിനെയും. നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമും ദൈവാനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വേണം ആരംഭിക്കാൻ. സോ ഇന്നത്തെ ഈ പ്രോഗ്രാം ബ്യൂട്ടിഫുൾ ഈ സന്ധ്യയിൽ നമ്മൾ വലിയൊരു സന്തോഷം പങ്കിടാൻ നമ്മളിവിടെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സന്ധ്യ ഇത്രയും മനോഹരമാക്കുന്നതിൽ ജസ്ലിയുടെ കുടുംബാംഗങ്ങളും ജയചേട്ടന് എനിക്ക് കൊച്ചെറുപ്പം മുതലുള്ള പരിചയമാണ്, കറുകുറ്റിയിലുള്ള പരിചയമാണ്. പിന്നെ സോഫി ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ കുടുംബമായിട്ടുള്ളൊരു അവൈവിധ്യമായ ബന്ധമുണ്ട്. ജസ്ലിനും അതുപോലെ തന്നെ ജീവിത പങ്കാളിയാകാൻ എല്ലാ വിധത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവൻ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലനും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിനുള്ള എല്ലാ മംഗളങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നേരുകയും ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവ്വസൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി പറയാനെന്ന് ഏറ്റവും വിവാഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമായ മനസ്സമ്മതത്തിൻ്റെ എല്ലാവിധത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതോടനുബന്ധിച്ച് കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ പാരമ്പര്യം നിറഞ്ഞ ഒരു കർമ്മം നിർവഹിക്കാൻ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ജസ്ലീൻ അവളുടെ ജീവിതത്തിൽ നീ അവൾക്ക് ജന്മം നൽകി അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന നിമിഷം മുതൽ ഇന്നേ വരെ നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അവൾക്ക് നീ നൽകിയ കഴിവുകൾക്ക്, അവൾക്ക് നീ നൽകിയ സംരക്ഷണത്തിന്, അവൾക്ക് നീ നൽകിയ അറിവുകൾക്ക്, അവൾക്ക് നീ നല്ല മാതാപിതാക്കളെ നൽകിയതിന്, നല്ല കുടുംബ അന്തരീക്ഷം നൽകിയതിന് എല്ലാം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇനിയും അലൻ എന്ന് പറയുന്ന ഒരു ജീവിത പങ്കാളിയെ അവൾക്ക് വേണ്ടി കർത്താവെ കണ്ടെത്താൻ നീ തുറന്നു തന്ന വഴികളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അലനും ജസ്ലിനും ഏറ്റവും പങ്കിട്ട് ഒരു ശുശ്രൂഷ ജീവിതത്തിലൂടെ കടന്നു പോകാൻ, വലിയൊരു സാക്ഷി ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മാറാൻ കർത്താവ് എല്ലാ വിധത്തിലും ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ കൂടി ജസ്ലിൻ്റെ ജീവിതത്തോട് ചേർന്ന് കർത്താവെ നീ ഒരുക്കുന്ന ആ ജീവിത പങ്കാളിയായ അലനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കർമ്മങ്ങളും ശനിയാഴ്ച നടക്കാൻ പോകുന്നതായിട്ടുള്ള കർമ്മങ്ങളും എല്ലാം കർത്താവെ നീ എല്ലാ വിധത്തിലും പൂർത്തീകരിക്കണമേ, നീ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.